ഫുൾ ഇരിക്കുക, എഴുന്നേക്കുക, ഇരിക്കുക, എഴുന്നേക്കുക. പ്രയാസമായിട്ട് തോന്നും, പക്ഷെ നമ്മളങ്ങ് ഇരിക്കുക, എഴുന്നേക്കുക. അതെ മിസ്റ്റർ നിസാർ. ഡോക്ടറുടെ മുന്നിലെത്തിയ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പരിപാലിച്ച ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വിസിബിളായിട്ട് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ഷുഗർ എന്ന രോഗത്തിൽ നിന്ന് അവർ മോചിതമായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടർ ഈപ്പൻ കോശിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്രയോ ഇൻ്റർവ്യൂകൾ, മില്യൺ കണക്കിന് ആളുകൾ കണ്ടത്, ഫോളോ ചെയ്തത്, കാര്യങ്ങൾ സ്വീകരിച്ചത്, ജീവിതം മാറി മറിഞ്ഞത്, അതിനൊക്കെ കാരണമായ ഡോക്ടർ ഈപ്പൻ കോശി വർഷങ്ങൾക്ക് മുമ്പ് നൈജീരിയയിലായിരുന്നപ്പോൾ ഞങ്ങളുമായിട്ട് ഓൺലൈനിൽ വന്ന് സംസാരിക്കുകയും ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു. ഇപ്പോൾ വയനാട്ടിലാണ്, അടിസ്ഥാനപരമായി പ്ലാസ്റ്റിക് സർജനാണ്. എന്നാൽ മരുന്നുകളില്ലാത്തൊരു ലോകം സ്വപ്നം കാണുന്ന ഡോക്ടർ ഈപ്പൻ കോശി പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ടെന്ന് നമുക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ വെച്ച് ഒരു ഹോളിസ്റ്റിക് മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഡോക്ടറെ ഞങ്ങൾ ദുബായ് വാർത്ത ഒന്ന് ഓടി വന്ന് 2 മിനിറ്റ് മുന്നിൽ നിർത്തിയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ ഈപ്പൻ കോശി നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ദുബായ് വാർത്തയുടെ ഫിസിക്കലായി നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷം പങ്കുവയ്ക്കട്ടെ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാറിനെ കാണുന്നതിൽ. താങ്ക് യു മിസ്റ്റർ നിസാർ. മരുന്നുകളില്ലാത്ത രോഗം ഡോക്ടർ സ്വപ്നം കാണുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഡയബറ്റീസ്, പ്രഷർ, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഓരോ മരുന്ന് കഴിച്ച് വീണ്ടും വലിയ വലിയ രോഗങ്ങളിലേക്ക് പോയിട്ട് ജീവിതം ഇല്ലാതായി പോകുന്ന സിറ്റുവേഷൻ. പലപ്പോഴും ഡോക്ടർ പറയാറുണ്ട്, ഡയബറ്റീസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി. എന്തൊക്കെയാണ് ആ അത്ഭുത രീതികൾ? താങ്ക് യു. ഡയബറ്റീസ് ആക്ച്വലി നമ്മൾ ആലോചിക്കേണ്ടത്, ഓക്കെ, എനിക്കൊരു കാർ പ്രോബ്ലം ഉണ്ട്, ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കെമിക്കൽ ഇടാം, എന്നിട്ട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം. 3 മാസം തിരിച്ചു വരുമ്പോഴും സാറേ കുറച്ചും കൂടെ കെമിക്കൽ ഇടാം, പ്രോബ്ലം മീൻസ് കണ്ടിന്യൂ. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയും എനിക്കിനി വേറെ വഴി നോക്കണം, ഇത് കാറ് ശരിയാവുന്നില്ല. പക്ഷേ ഡയബറ്റീസിന് അതേ തന്നെ കണ്ടീഷൻ. ഓക്കെ, ആരും പുറത്തു വരുന്നില്ല. ഇന്ന് ഡയബറ്റീസിൽ നിന്ന് മരുന്ന് കൊടുത്ത് പുറത്തു വന്ന ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് നമുക്കിതെല്ലാം വളരെ റോങ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ. എവിടെയാണ് ഇത് നമ്മൾ തെറ്റിപ്പോയത് നമ്മൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഡയബറ്റീസിൻ്റെ കാരണം ഷുഗർ മാത്രമാണോ? ഞാനൊരു ഫിഗർ തരാം. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആ പ്രാണശക്തി ഒന്ന് കുറയുന്നതാണ്. ഓക്കെ, അതായത് ലൈഫ് ഫോഴ്സ് ഒന്ന് കുറയും. അതായത് നമ്മൾ കഴിക്കുന്ന ആ മെറ്റബോളിക് ഊർജ്ജം ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല, മസിൽസിനോട് അബ്സോർബ് പറ്റുന്നില്ല. അതുകൊണ്ട് അത് യൂറിനിൽ വരുന്നു അല്ലെങ്കിൽ ബ്ലഡിൽ കാണുന്നു. ഓക്കെ, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് കോമണസ്റ്റ് റൂട്ട് കോസ്, എസ്പെഷ്യലി നമ്മുടെ മലയാളീസിൽ ഓൾ ഓവർ ദ വേൾഡ് ഈസ് വൺ ലാക്ക് ഓഫ് എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ ശരീരം അനങ്ങാത്തവരായിട്ടിരിക്കുകയാണ്. നമ്മൾ ക്ലർക്ക് ജോബ്സ്, നമ്മൾ സെഡൻറ്ററി ജോബ്സ്, ചേരെ ഇരിക്കുകയാണ് 8 മണിക്കൂർ. എസ്പെഷ്യലി നമ്മുടെ മെയിൻ മസിൽ മാസ്, അതായത് നമ്മുടെ തൈസും ഗ്ലൂട്ടിയൽ ഏരിയയും ചന്തിയുടെ ഇവിടെയും അനക്കിയാൽ തന്നെ ഷുഗർ വിൽ സ്റ്റാർട്ട് ഗോയിങ്. ഞാൻ പറഞ്ഞു തരാം. ലാക്ക് ഓഫ് എക്സസൈസ്. 2, നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ പ്രാണശക്തിയെ കുറയ്ക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ മെയിൻ പ്രോബ്ലം ഈസ് ടൈമിങ് ഓഫ് ഫുഡ്. ഓക്കെ, നമ്മുടെ ലഞ്ച് ടൈം ഷുഡ് ബി 11:30 to 12. ഓക്കെ, ഉച്ചയ്ക്ക് 12 മുമ്പ് കഴിക്കണമെന്നാണ്. 12 മണിക്ക് കഴിച്ചിരിക്കണം. അതിന്റെ ശാസ്ത്രം എന്താണ് പറയുന്നത്? സൂര്യൻ മുകളിലായിരിക്കുമ്പോഴാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് മാക്സിമം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോഴേ നമ്മൾ കഴിക്കുന്നത് ദഹിക്കത്തുള്ളൂ. 2 മണി 3 മണിയാകുമ്പോൾ സൂര്യൻ പോയി കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി അസ്തമ സമയം ആകാൻ പോവുകയാണ് സൂര്യന്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് കുറയും, പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഞാൻ പറയുന്നത് ഞാനൊരു 90 ഇയേഴ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോയാൽ ദർ ഇസ് നോ പോയിന്റ്. അതുപോലെയാണ് നമ്മൾ 3 മണിക്ക് ലഞ്ച് കഴിക്കാൻ പോയാൽ. നിർഭാഗ്യവശാൽ ഗൾഫിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ വളരെ ലേറ്റായിട്ടാണ് ലഞ്ച് കഴിക്കുന്നതും ഡിന്നർ കഴിക്കുന്നതും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡിന്നറിൻ്റെ കാര്യം, ഡിന്നർ വിത്ത് സൺസെറ്റ് 5:30 to 6, മാക്സിമം 6:30. 9 മണി 9:30 ആകുമ്പോൾ കിടക്കുമ്പം എല്ലാം ഡൈജസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ പ്രാണശക്തി തിരിച്ചു കിട്ടും. ഡയബറ്റീസ് ക്യാമറ പിടിക്കുന്ന രാകേഷ് നടക്കുമ്പോൾ 5:30 6 നമുക്ക് കഴിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ? വിശക്കില്ലേ സാർ? നമ്മളിത് യൂസ്ഡ് ആയ വിശക്കത്തില്ല. 5:30 6 മണിക്ക് വിശക്കും, അത് കഴിഞ്ഞ് വിശക്കത്തില്ല. 2-3 ദിവസം മതി നമ്മൾ യൂസ്ഡ് ആയാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് വിശന്ന് പോയാൽ നമുക്കൊരു ഫ്രൂട്ട് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, വെള്ളം കുടിക്കാം ഇഷ്ടം പോലെ. പക്ഷെ അങ്ങനെ നമ്മൾ വിശന്നിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി വിശക്കുവാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത പ്രോട്ടീൻ കഴിക്കാം. ഒരു ഓംലെറ്റ് കഴിക്കുക. സി നമ്മൾ പറയാം, ഓക്കെ, നമ്മളിപ്പോൾ പറയത്തില്ലേ നമ്മുടെ ഏറ്റവും വലിയ ഞാൻ വലിക്കത്തില്ല, ഞാൻ കുടിക്കത്തില്ല. പക്ഷെ ആക്ച്വലി
ആൽക്കഹോളിസമും സ്മോക്കിങ്ങിനെ കാട്ടിയൊക്കെ ഒരു 1000 ടൈംസ് മോറാണ് ഈ പ്രോസസ്ഡ് ഫുഡും ഹൈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും എല്ലാം. നമ്മുടെ ബോഡിക്ക് അതിൻ്റെ ആവശ്യമില്ല. പഞ്ചസാരയും വൈറ്റ് ഷുഗർ, ഡയറി പ്രോഡക്ട്സ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പശുവും പാല് കിടാവിനുള്ളതാണ്. നമ്മളെടുത്ത് കുടിച്ച് നമ്മുടെ ഒരാവശ്യമില്ല, അത് നമ്മളൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല. അത് പിത്തവും ലൈഫ് ഫോഴ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുന്നത് കൃത്യസമയത്താക്കിയിട്ട് നേരത്തെ ആക്കിയിട്ട് അതൊരു പരിഹാര മാർഗമായിട്ട് പറയുകയാണ്. ഡോക്ടറുടെ മുന്നിലെത്തിയ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പരിപാലിച്ച ആർക്കെങ്കിലും, ആരെയും പറയണ്ട, ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വിസിബിളായിട്ട് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ഷുഗർ എന്ന രോഗത്തിൽ നിന്ന് ഒരു മോചിതമായിട്ടുണ്ടോ? മിസ്റ്റർ നിസാർ, ഞാൻ ആൻസർ പറയട്ടെ. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും. ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ വിഷമമാണ്. എല്ലാവർക്കും കം ഓഫ് ഡ്രഗ്സ് ഒക്കെ. നമ്മൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ എല്ലാം മാറും. പക്ഷെ അവരാരും പോയി അഡ്വർടൈസ് ചെയ്യുന്നില്ല. മോഡേൺ മെഡിസിൻകാർ, അതിൻ്റെ ആചാര്യന്മാർ സാറിനെ കണ്ടാൽ പ്രശ്നമാവും. ഫോളോ ചെയ്യും. ഫോളോ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ കലിയുഗം എന്ന് പറയും. കലിയുഗത്ത് നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഡയബറ്റീസിനെ പറ്റി സംസാരിക്കുകയല്ലേ. ഒരാൾ പോലും ഞാൻ കണ്ടിട്ടില്ല ഷുഗറിൽ നിന്ന് മെഡിക്കൽ കൺട്രോളിൽ നിന്ന് ഔട്ടാവും, കെമിക്കൽ കൺട്രോളിൽ നിന്ന്. സോ സംതിങ് ഈസ് റോങ്. സാർ എപ്പോഴും പുസ്തകം എഴുതിയതിലും മുമ്പ് എഴുതിയ പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുപോയതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ ഫുഡിനെ കുറിച്ച്, സൂപ്പർ ഫുഡിനെ കുറിച്ച്, അതുപോലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് സാർ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. അത് എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, അതുകൊണ്ടുള്ള വ്യത്യാസം ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ. ശരി, ഞാൻ പറയാം. നമ്മളിപ്പോൾ ഡയബറ്റീസ് ടോപ്പിക്കാണല്ലോ മിസ്റ്റർ നിസാർ സംസാരിച്ചത്. ആക്ച്വലി നമുക്കിപ്പോൾ ഉള്ളൊരു മെയിൻ പ്രോബ്ലം നമ്മുടെ ലിവറാണ്. ഓക്കെ, ആർഗ്യുവബിളി ലിവർ ടു മീ നമ്മുടെ ലൈഫ് ഫോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്. ഓക്കെ, ലിവറിനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കണം. ആൻഡ് നമുക്ക് ഒരു ഡിസീസും വരത്തില്ല. എൻ്റെ കരളേന്നല്ലേ വിളിക്കത്തുള്ളൂ, എൻ്റെ ബ്രെയിനേന്ന് വിളിക്കും, എൻ്റെ ഹൃദയമേന്ന് വിളിക്കുന്നില്ല. കരൾ. സോ കരൾ ഇസ് സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ആരെ ഇപ്പോൾ അൾട്രാസൗണ്ട് എടുത്താലും ഒരു ഫാറ്റി ലിവർ കാണും. 90% ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ലിവർ സെൽസിൻ്റെ അവിടെ എല്ലാം ഫാറ്റ് വന്നങ്ങ് കൂടുകയാണ്. പിത്തം വരുവാണ് ലിവറിന്. അയ്യോ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. നമ്മുടെ ലൈഫ് ഫോഴ്സ് അങ്ങ് പോവാണ്. ഓക്കെ, ഞാനൊരു മോർണിംഗ് ഡ്രിങ്ക് പറയാം. ആൻഡ് നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു യോഗ കാണിച്ചു തരാം. ഇറ്റ് ഈസ് ഫോർ ദ ലിവറിനൊരു യോഗ. ഓക്കെ, മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ ആയുർവേദം പറയുന്നതാണ് നിത്യഭോജനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക. ഓക്കെ, 3 നെല്ലിക്ക എടുക്കുക, കുറച്ച് കരിവേപ്പില, കുറച്ച് ജീരകം, ചെറുനാരങ്ങ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുക, ഒരു ഗ്ലാസ് അങ്ങ് കുടിക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ വിറ്റമിൻ സി സർജും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അങ്ങ് ബോഡിക്ക് അങ്ങോട്ട് ചെല്ലും. ഏർലി മോർണിംഗ് ആണ്. നമ്മൾ ടോയ്ലറ്റിലെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് കഴിക്കുക. എന്നിട്ട് ഇരിക്കുക. എന്നിട്ട് ഗുഡ് പൊസിഷൻ നിന്നും ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലിവറിന് ഓക്സിജൻ കൊടുക്കുക. ലിവറിന് ആ ഹോൾ ഡേക്കുള്ള ഓക്സിജൻ കൊടുക്കുകയാണ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തിട്ട് പിടിക്കുമ്പം നമ്മൾ ഇനി ശ്വാസം എടുക്കരുത്. അപ്പം നമ്മുടെ ഇൻഫീരിയർ വീനയ്ക്കാവാ ലങ്സ് ഒന്നും അനങ്ങുന്നില്ല. എന്നിട്ട് അമ്പളിക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പുക്കിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പുക്കിൾ പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നോക്കിക്കോ. എന്നിട്ട് പുക്കിൾ പുറത്തോട്ട് ഉള്ളിലോട്ട് എടുക്കുക. ഓരോ പ്രാവശ്യം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ആ പോർട്ടൽ വെയിൻ, അതായത് ലിവറിലോട്ട് പോകുന്ന ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന വെയിന് അങ്ങനെ ഒരു ഓക്സിജൻ വരും. ഒരു 20 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ഒരു നല്ലൊരു നമ്പർ 21 ആണ്. 21 പ്രാവശ്യം ഇത് ചെയ്യുക. പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് എ ഡേ, എവറി ഡേ ഇത് ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ, പ്രൊവൈഡഡ് നമ്മൾ ടോക്സിക് ഫുഡ് കഴിക്കാതിരുന്നാൽ കണ്ടീഷൻ വരത്തില്ല. നമ്മൾ ഡിസീസ് ഫ്രീ ആയിരിക്കും. കാരണം ലിവർ വിൽ ബി സോ ഹാപ്പി. ഡയബറ്റീസ് എല്ലാമേ ലിവർ ഹാപ്പി ആയാൽ എല്ലാം എവറിത്തിങ് വിൽ ബി. പ്രകൃതിയുടെ മര്യാദകൾ നമ്മൾ പാലിക്കണം അല്ലേ? 100%. നമ്മൾ പ്രകൃതി ആവണം, പ്രകൃതിയുടെ പാർട്ടാവണം. നമ്മൾ നേച്ചറിന്റെ പാർട്ടാണ്. അത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് ഈ ഡ്രിങ്കും ഈ എക്സസൈസും ഒക്കെ. അതുപോലെ ഈ ഷുഗറിന്റെ വ്യതിയാനം പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡോക്ടർ ഒരു എക്സസൈസ് പോലെ ഒന്ന് പറഞ്ഞല്ലോ. അതെ. താങ്ക് യു. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റീസിന്റെ the main reason is lack of exercise. Exercise over 20-30 years. അതാണ് നമ്മുടെ പ്രാണശക്തി കൊണ്ടുപോയി നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു മാസ് മസിൽ എന്നൊരു എക്സസൈസ് ആണ്. ഇത് ചെയ്യുക. ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആക്ച്വലി ക്യാമറയിലേക്ക് താങ്ക് യു. ബാലൻസിന് വേണ്ടിയിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ, എന്നിട്ട് പതുക്കെ
ഫുൾ ഇരിക്കുക, എഴുന്നേക്കുക, ഇരിക്കുക, അതൊക്കെ എഴുന്നേക്കുക, പ്രയാസമായിട്ട് തോന്നും, പക്ഷെ നമ്മളങ്ങ് ഇരിക്കുക, എഴുന്നേക്കുക. അതെ മിസ്റ്റർ നിസാർ, ഇത് ഒരു 10 പ്രാവശ്യം ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ട് 20 ചെയ്യാം. 30 ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ ഷുഗർ സർജ്, എല്ലാ ബ്ലഡിലുള്ള ഷുഗർ എല്ലാം ഈ മെയിൻ മസിൽ മാസിനകത്തോട്ടം കൊണ്ടുപോകും. എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിന് എനർജി വേണം. ഓക്കെ, നാച്ചുറലി ആ ഷുഗർ ഇങ്ങോട്ട് വരും, അതോട്ട് വരും മസിൽ. ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, ഒരു മാസം കഴിഞ്ഞ് ഇത് 100 പ്രാവശ്യം ചെയ്യുക. 100 പ്രാവശ്യം ചെയ്യുന്നത് ഒരു 5 കിലോമീറ്റർ റണ്ണിൻ്റെ ഇക്വലൻ്റ് ആണ്. ഈസി അല്ല. ഞാൻ കുറച്ച് കാണിച്ചു ഇങ്ങനെ ചെയ്യാം. 100 ആയി കഴിഞ്ഞാൽ ഡയബറ്റീസ് മരുന്നെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിലാണ്. ആൻഡ് നമ്മുടെ ലൈഫ് ഇൻ എവറി വേ അങ്ങ് ഇമ്പ്രൂവ് ആവും. നമ്മുടെ അക്കാഡമിക്സ്, നമ്മുടെ ബ്രെയിന്, തിങ്കിങ്, നമ്മുടെ ഓർഗനൈസ്ഡ് ലിവിങ് എല്ലാം അങ്ങ് ഇമ്പ്രൂവ് ആവും. ഡോക്ടറോട് എത്ര ദിവസം സംസാരിച്ചിരുന്നാലും നമ്മുടെ പ്രേക്ഷകർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും ഓരോ ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ള. അതുപോലെ മുരിങ്ങയിലെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു തന്നത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നു. ചോറ് കഴിക്കേണ്ട രീതി, നമ്മുടെ ഒരു ചെറിയ കറി പോലെ അത്രയും വലിപ്പത്തിൽ അത്രയും അളവിലേ ചോറെടുക്കാവുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം നല്ല വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ടിപ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയെടുത്ത് മുഖ്യധാര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടറാണ്. ഡോക്ടർ ഈ മുഖ്യധാര മെഡിസിൻ പഠിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് അടുത്ത കാലത്താണോ വന്നത്? ഞാൻ കുറച്ച് നാളായി ആക്ച്വലി, ഓൾമോസ്റ്റ് ഒരു 15-20 വർഷമായി ഇങ്ങനെ ആലോചിക്കുന്നതും. കാരണം നമ്മൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കെല്ലാം ആൻസേഴ്സ് കിട്ടുകയാണ് ഇവിടെ കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്നു. അപ്പം ഒത്തിരി പേര് കിലോമീറ്ററുകളോളം നടക്കാറുണ്ട് രാവിലെ. ഞാൻ ഇന്ന് കാലത്ത് 5 കിലോമീറ്റർ ഓടി ദുബായിലൂടെ. ഇന്നലെ ഓടി ദുബായിൽ 4 കിലോമീറ്റർ, ഇന്ന് 5 കിലോമീറ്റർ ഓടി. ഇന്നലെ എൻ്റെ ടോക്കനായിരുന്നു. എൻ്റെ ആ ഇന്നലത്തെ ഓട്ടോ ടോക്കിൽ 3000 പേരുണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്. ലോട്ട് ഓഫ് ദുബായ് പീപ്പിൾ ഓൾസോ. അവർ നൈസ്. എൻ്റെ എല്ലാം കാണിച്ചു കൊടുത്തു, എൻ്റെ റണ്ണിങ്ങും എല്ലാം ഇന്നലെ. എന്തായാലും ദുബായ് വാർത്ത ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടറുടെ ഒരു ഫുൾ ഡേ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വളരെ വിപുലമായിട്ട് മലയാളത്തിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കതിൻ്റെ എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം എന്നൊക്കെയുള്ള നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വലിയ ലൈഫ് ചേഞ്ചിങ് ആണ്. ഏതായാലും ഒരുപാട് പേർക്ക് ഗുണകരമായിട്ട് ഈ വാക്കുകൾ മാറട്ടെ. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. പ്രത്യേക പ്രകൃതിയുടെ അനുഗ്രഹം, ദൈവാനുഗ്രഹം ഒക്കെയാണ് ഡോക്ടർക്ക് ഈ ഒരു ആരോഗ്യവും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ആരോഗ്യവും അത് തുടരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.